Good morning, students. Today we are going to see what is NIM. Okay, അതിൻ്റെ മുമ്പ് എനിക്ക് കറണ്ട് നെറ്റ്വർക്ക് സിനാരിയോ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്ക് എന്തും ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, എന്തും ചെയ്യണമെങ്കിൽ മീൻസ് എനിക്കിപ്പം ക്ലാസ് കാണണമെങ്കിൽ തന്നെ നെറ്റ്വർക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സെമിനാർ ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് ആവശ്യമുണ്ട്. സെമിനാറുടെ ടോപ്പിക് വല്ലതും മണി ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നെറ്റ്വർക്കിൻ്റെ, ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്. സിനിമ കാണണമെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്. ഗെയിം കളിക്കണമെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്. പാട്ട് കേൾക്കണമെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്. സോ എല്ലാം കാര്യം ചെയ്യണമെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ നെറ്റ്വർക്ക് പറഞ്ഞാൽ എന്തോ അതിനകത്ത് ഹാർഡ്വെയർ കാണും, സോഫ്റ്റ്വെയർ കാണും, പിന്നെ അതിൻ്റെ സർവീസസ് കാണും. ഓക്കെ, ഹാർഡ്വെയർ പറഞ്ഞാൽ എന്താ, റൗട്ടർ, സ്വിച്ച്, പിന്നെ ലിങ്ക്, പിന്നെ കണക്റ്റേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് നെറ്റ്വർക്കിന് യൂസ് ചെയ്യുന്ന കേബിൾസ്, ഓപ്റ്റിക്കൽ ഫൈബർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കേബിൾസ്, ട്വിസ്റ്റഡ് പെയർ അങ്ങനെയുള്ള കേബിൾസ്. ഓക്കെ, ഇതെല്ലാമാണ് ഹാർഡ്വെയറിൽ വരുന്നത്. സോഫ്റ്റ്വെയർ പറഞ്ഞാൽ എന്താ, ഇതിന് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, ഫയർവാൾ വേണം, സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ വേണം, ഈ നെറ്റ്വർക്ക് മാനേജ് ചെയ്യാനും ഓപ്പറേഷൻ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ വേണം. ഓക്കെ, പിന്നെ സർവീസസ് പറഞ്ഞാൽ നമുക്ക് ആരാ ഇത് സർവീസ് തരുന്നത്. ഓക്കെ, സോ പല കമ്പനീസ് തരും, പല മെത്തേഡിലാണ് തരുന്നത്. ചിലവർ DSL തരുന്നത്, വൈഫൈ തരുന്നത്, IPv4 അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെല്ലാം പറഞ്ഞ സർവീസ്. ഓക്കെ, സോ ഇത് നമ്മളിങ്ങനെ സർവീസ് തരുമ്പോൾ ചില കമ്പോണൻസ് നമ്മൾ മാൽഫങ്ഷൻ ചെയ്യും. മാൽഫങ്ഷൻ മീൻസ് എന്താ, വല്ലതും ഇതിനകത്ത് ഈ ശരിയായിട്ട് വർക്ക് ചെയ്യില്ല, അതിനാ പറയുന്നത് മാൽ ഫങ്ഷൻ. ഓക്കെ, ചില എലിമെൻറ്റ്സ് മിസ്കോൺഫിഗർഡ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അതിനകത്ത് IP അഡ്രസ്സ് എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ അത് മിസ്കോൺഫിഗർഡ്. ഓക്കെ, ചിലപ്പം ചില ഇത് ഓവർ യൂട്ടിലൈസ് ആവും, ദാറ്റ് ഈസ് വയേഴ്സ്, കേബിൾസ് ഇത് ഓവർ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. നമുക്ക് ചിലപ്പം നെറ്റ്വർക്ക് കമ്പോണൻസ് കേടായിപ്പോവും, അതാ ബ്രേക്ക് ചെയ്യുന്നേ വരുന്നത്. ഓക്കെ, സോ ഇതെല്ലാം സംഭവിക്കാൻ നോക്കും. നമുക്ക് ഈ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി എന്താ, ഇത് എപ്പോഴും വർക്ക് ചെയ്യിപ്പിച്ചേ ഇരിക്കണം. ഓക്കെ, കാരണം നമ്മൾ ഇതെല്ലാം പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യിപ്പിച്ചിരിക്കണം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ നെറ്റ്വർക്ക് ആവശ്യമാണ്. അപ്പോൾ നെറ്റ്വർക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബാങ്കിൽ നെറ്റ്വർക്ക് ആവശ്യമാണ്. അപ്പം അതില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ATM എല്ലാം നെറ്റ്വർക്ക് ത്രൂ അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും അത് നെറ്റ്വർക്ക് വേണം. അങ്ങനെ പല കാര്യത്തിനും നമുക്ക് ഈ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ജോലി ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സെൻറ്റർ നെറ്റ്വർക്ക് എപ്പോഴും വർക്ക് ചെയ്യിപ്പിച്ച് ഇരിക്കണം. ഓക്കെ, അതിനകത്ത് കേടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നന്നാക്കണം. ഓക്കെ, സോ നിമ്മിൻ്റെ ശരിയായിട്ടുള്ള ഡെഫിനേഷൻ ഇതാണ്. നിം ഇൻക്ലൂഡ്സ് ദ ഡിപ്ലോയ്മെൻറ്റ്, ഇൻറ്റിഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ഹ്യൂമൻ എലിമെൻറ്റ്സ്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, ഹ്യൂമൻ എലിമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഇപ്പം മോണിറ്ററും ടെസ്റ്റും പോളും കോൺഫിഗറും അനലൈസും ഇവാലുവേറ്റും കൺട്രോൾ ചെയ്യുന്ന ജോലിയാണ് ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ. ഓക്കെ, സോ ഇതെല്ലാം കൂടിയ ഇതിനാണ് പറയുന്നത് നിം. ഓക്കെ, ആ ഡെഫിനേഷൻ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ ചെറിയൊരു ഡെഫിനേഷൻ. നിം ഈസ് ദി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സ് ഓഫ് എൻറ്റയർ നെറ്റ്വർക്ക്സ് ദാറ്റ് എനേബിൾ network connectivity, communication, operation and management of enterprise network. Okay, so ഇതിനകത്ത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ റിസോഴ്സ് ഓഫ് ദാറ്റ് എനേബിൾ എന്തൊക്കെ ചെയ്യാനൊക്കും, നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനൊക്കും, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കും, ഓപ്പറേഷൻ ചെയ്യാനൊക്കും, മാനേജ്മെൻറ്റ് ചെയ്യാനൊക്കും. It provides communication path and service between user, process, application, service and internet. ഓക്കെ, ഇത് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്, ബിറ്റ്വീൻ യൂസേഴ്സ്, പ്രോസസ്സും ആപ്ലിക്കേഷനും സർവീസും ഇൻ്റർനെറ്റ്. ദ എൻറ്റയർ നിം ഈസ് ഇൻ്റർകണക്റ്റഡ് ആൻഡ് ക്യാൻ ബി യൂസ് ഫോർ ഇൻറ്റർണൽ കണക്ഷൻ, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഓർ ബോത്ത്. ഓക്കെ, സോ നെറ്റ്വർക്ക് ഹാർഡ്വെയർ ഡിവൈസ് പറഞ്ഞാൽ റൂട്ടർ, സ്വിച്ച്, LAN, വയർലെസ് റൗട്ടർ, കേബിൾ. നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, OS, ഫയർവാൾ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ. നെറ്റ്വർക്ക് സർവീസ് പറഞ്ഞാൽ T1 ലൈൻസ്, DS, സാറ്റലൈറ്റ് അങ്ങനെയെല്ലാം വന്ന്
ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ കേബിളാണ് യു ടി പി കേബിൾ. നമ്മൾ ക്രിമ്പിങ് ചെയ്ത് യു ടി പി കേബിൾ വെച്ച്. യു ടി പിയുടെ ഫുൾ ഫോമാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ഓക്കെ. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മൾ അത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ട് വയർഡ് ലാൻ വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്, IEEE. ഓക്കെ. ഇതെല്ലാം വരുന്നത് 802.3ലാണ് വരുന്നത്. ഓക്കെ. സോ യു ടി പി കേബിളിൽ 4 pairs ഓഫ് വയേഴ്സാണ്. ഓക്കെ. 4 pair മീൻസ് 8 വയേഴ്സ് ഉണ്ട്. ഓക്കെ. ഇത് 2 വയർ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് ട്വിസ്റ്റ് ചെയ്യുന്ന എന്തിനാ, നോയ്സും ഇതെല്ലാം ഈക്വലി 2 വയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ വയേഴ്സ് ഏതൊക്കെയാണ്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിനകത്ത് മെയിനാണ് കണക്ടർ. ഓക്കെ. നമ്മൾ മിക്കവാറും അതിൻ്റെ പേര് നമ്മൾ എല്ലാവരും പറയുന്നത് RJ45, പക്ഷേ ശരിക്കും RJ45 അല്ല, അത് തെറ്റ് ടെർമിനോളജിയാണ്. ശരിക്കും അതിൻ്റെ പേര് 8P8C, ദാറ്റ് ഈസ് 8 പൊസിഷൻ 8 കണക്ടേഴ്സ്. ഓക്കെ. സോ ആ കണക്ട് ചെയ്യുന്ന ആ പോർട്ടിന് ഈ RJ45 ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് എല്ലാം തീരുമാനിക്കുന്ന ഈ 2 ഏജൻസീസാണ്, ഇലക്ട്രോണിക് ഇൻഡസ്ട്രി അലയൻസും ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി അസോസിയേഷൻ. ഇവ 2 പേരുമാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. സോ ഇതാ TIA EI. TIA മീൻസ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി അസോസിയേഷനും EI മീൻസ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി അലയൻസ്. ഓക്കെ. സോ 2 വയറിങ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 568Aയും 568Bയും. ഓക്കെ. 568A ആ ഗ്രീൻ വൈറ്റ് ഗ്രീന്, പിന്നെ ഓറഞ്ച് വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഓറഞ്ച്, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഓക്കെ. 568B വയറിങ് ആണെങ്കിൽ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീന്, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഓക്കെ. ഇതിനകത്ത് കാണുമ്പോൾ 1, 2, 3 അത് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടു. 3ഉം 4ഉം 5ഉം സെയിമാണ് 2 സൈഡ്. ഓക്കെ. പിന്നെ 6 മാറിയിട്ടുണ്ട്, 7ഉം 8ഉം ഡിഫറെൻറ്റാണ്, സെയിം. ഓക്കെ. സോ നമുക്ക് ഈ ഡിവൈസസ് തന്നെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡിവൈസസ് കണക്ട് ചെയ്യുന്നത് നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡില്ല. ഓക്കെ. സോ നമ്മുടെ ലാൻ പോർട്ട് നമ്മൾ കാണില്ല, കമ്പ്യൂട്ടറിലെ ലാൻ പോർട്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ ലാൻ പോർട്ട്, അവിടെ നമ്മളിത് എന്താ 8P8C കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ RJ45 കാണുന്നത്, ഇത് കോമൺ എല്ലാവരും അത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എല്ലാം RJ45 യൂസ് ചെയ്യും. ശരിക്കും 8P8C ആണ്, പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ RJ45 ആയി യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇത് കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡില്ല. ഓക്കെ. സോ നമ്മളുടെ ലാൻ പോർട്ടിൽ ആ കാർഡിൻ്റെ ചിപ്പുണ്ട്, അത് വെച്ചിട്ട് അത് വർക്ക് ചെയ്യണം. ഓക്കെ. സോ ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ 2 ടൈപ്പ് ഓഫ് ഡിവൈസസ് ഉണ്ട്. ഓക്കെ. വൺ ഈസ് DTE and that is DCE. DTE പറഞ്ഞാൽ ഡാറ്റ ടെർമിനൽ ഇക്വിപ്മെൻറ്റ്, DCE പറഞ്ഞാൽ ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് ഇക്വിപ്മെൻറ്റ്. ഓക്കെ. ഡാറ്റ ടെർമിനൽ ഇക്വിപ്മെൻറ്റ് പറയുന്നത് കമ്പ്യൂട്ടറും പ്രിൻ്ററും ഇതെല്ലാം, ലാപ്ടോപ്പ് ഇതെല്ലാം ഡാറ്റ ടെർമിനൽ DTE ഡിവൈസാണ്. DCE ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് ഡിവൈസ് പറഞ്ഞാൽ മോഡം, റൂട്ടർ, സ്വിച്ച് അങ്ങനെയെല്ലാം ഉള്ള ഡിവൈസാണ്. ഓക്കെ. സോ DTEയുടെ കണക്ഷൻസ് എങ്ങനെയാണ്, പിൻ 1 ട്രാൻസ്മിറ്റ് പോസിറ്റീവ് സിഗ്നൽ, പിൻ 2 ട്രാൻസ്മിറ്റ് നെഗറ്റീവ് സിഗ്നൽ, പിൻ 3 റിസീവ് പോസിറ്റീവ് സിഗ്നൽ, 4, 5 നത്തിങ്, പിന്നെ 7, 8 നത്തിങ്, 6 റിസീവ് നെഗറ്റീവ് സിഗ്നൽ. TCയുടെ കണക്ടറുടെ പിൻസ് എങ്ങനെ, പിൻ 1 റിസീവ് പോസിറ്റീവ് സിഗ്നൽ, പിൻ 2 റിസീവ് നെഗറ്റീവ് സിഗ്നൽ, പിൻ 3 ട്രാൻസ്മിറ്റ് പോസിറ്റീവ് സിഗ്നൽ, പിന്നെ 4, 5 നത്തിങ്, 7, 8 നത്തിങ്, 6 ട്രാൻസ്മിറ്റ് നെഗറ്റീവ് സിഗ്നൽ. അപ്പോൾ DTEയുടെ നമ്മൾ ഷോർട്ടിൽ വായിക്കണമെങ്കിൽ 1ഉം 2ഉം ട്രാൻസ്മിറ്റ് ചെയ്യാനും 3ഉം 6ഉം റിസീവ് ചെയ്യാനും. ഓക്കെ. DCയുടെ ആണെങ്കിൽ ഓപ്പോസിറ്റാണ്, 3ഉം 6ഉം ട്രാൻസ്മിറ്റ് ചെയ്യാനും 1ഉം 2ഉം റിസീവ് ചെയ്യാനും. ഓക്കെ. സോ സ്ട്രേറ്റ് ത്രൂ വയർഡ് കേബിൾസ് പറഞ്ഞാൽ എന്താ, അതിന് വയർഡ് പാച്ച് കേബിളും പറയും, അല്ലെങ്കിൽ എത്തർനെറ്റ് കേബിൾ. ഇതാ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ഫോർമാറ്റ്, ദാറ്റ് ഈസ് സ്ട്രേറ്റ് ത്രൂ വയർഡ് കേബിൾസ്. ഓക്കെ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് 2 ഡിഫറെൻറ്റ് ടൈപ്സ്, ദാറ്റ് ഈസ് DTEയും DCE ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേബിൾ വയർഡ്സിനെ പറഞ്ഞാൽ സ്ട്രേറ്റ് ത്രൂ വയർഡ് കേബിൾ. ഓക്കെ. സോ DTE ടു DCE, DCE ടു DTE അങ്ങനെ കണക്ട് ചെയ്യാം.
ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് സ്ട്രേറ്റ് ത്രൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കമ്പ്യൂട്ടറും സ്വിച്ചുമാണ് നമ്മളവിടെ സ്ട്രേറ്റ് ആയിട്ട് വയർ കണക്ട് ചെയ്യുന്നത്. അതെന്തിനാ? ഈ വണ്ണും നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ 1 ട്രാൻസ്മിറ്റ് ചെയ്യുക, ഇവിടെ സ്വിച്ചിൻ്റെ സൈഡിൽ റിസീവ് ചെയ്യുക. ഓക്കെ. 2 പിൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടറുടെ സൈഡിൽ നെഗറ്റീവ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുക, സ്വിച്ചിൻ്റെ സൈഡിൽ നെഗറ്റീവ് റിസീവ് ചെയ്യുക. ഓക്കെ. 3 ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ റിസീവ് ചെയ്യുക, അവിടെ ട്രാൻസ്മിറ്റ് സ്വിച്ചിൻ്റെ സൈഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക. അങ്ങനെ തന്നെ പിൻ 6 ആണെങ്കിൽ സ്വിച്ചിൻ്റെ സൈഡിൽ നെഗറ്റീവ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുക, കമ്പ്യൂട്ടറുടെ സൈഡിൽ പോസിറ്റീവ് സിഗ്നൽ റിസീവ് ചെയ്യുക. ഓക്കെ. സോ ഇത് തന്നെ അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് DT DC. ഓക്കെ. ഇത് അതിൻ്റെ ഡയഗ്രാം. ഓക്കെ. ക്രോസ്ഡ് വയർഡ് കേബിൾസ് ആണെങ്കിൽ എന്താ? It crosses over the pin wire from pin 1 at one end to pin 3 at other end. Okay, 1 is connected to 3, 2 is connected to 6. Pin 3 and 6 is connected to pin 1 and 2 in the other connector. Okay, the crossover cable follows both രണ്ടും ടെക്നോളജി EIA 568 EIA 568B ആ രണ്ടും സൈഡിൽ ഉള്ളത് കണക്ഷൻസ്. ഓക്കെ. ഇത് എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? സെയിം ടൈപ്പ് ഓഫ് ഡിവൈസ്, ദാറ്റ് ഈസ് 2 DT ഡിവൈസ് അല്ലെങ്കിൽ 2 DC ഡിവൈസ്, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ടു പ്രിൻറ്റർ, കമ്പ്യൂട്ടർ ടു സെർവർ, ഇതെല്ലാം കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോസ് ഓവർ വയർഡ് കേബിൾസ് വേണം. ഓക്കെ. അല്ലെങ്കിൽ സ്വിച്ച് ടു സ്വിച്ച്, സ്വിച്ച് ടു റൂട്ടർ, റൗട്ടർ ടു സ്വിച്ച്, റൗട്ടർ ടു ഹബ്ബ്, ഇതെല്ലാം കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോസ് ഓവർ വയർഡ് കേബിൾസ് വേണം. ഓക്കെ. ഇത് നമ്മൾ എന്താ പറയുന്നത്? സെയിം ടൈപ്പ് ഓഫ് ഡിവൈസ്. സെയിം ടൈപ്പ് പറഞ്ഞാൽ DCയും DTയും ആണ് പറഞ്ഞത്. കാരണം സെയിം ടൈപ്പ് പറഞ്ഞാൽ കമ്പ്യൂട്ടറും പ്രിൻറ്ററും ഡിഫറെൻറ്റ് ടൈപ്പല്ല, രണ്ടും DC ഡിവൈസാണ്. DC അല്ല, DT ഡിവൈസാണ്. അങ്ങനെ സ്വിച്ചും റൗട്ടറും അത് രണ്ടും DTE ഡിവൈസാണ്, അല്ല സോറി DC ഡിവൈസാണ്. അപ്പോൾ അവർ രണ്ടുപേരെ കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ DT ടു DT അല്ലെങ്കിൽ DC ടു DCA. So if you want to connect computer and printer, you need crossover cables. Okay. So ഇതിനകത്ത് എന്താ? ട്രാൻസ്മിറ്റ് പോസിറ്റീവ് സിഗ്നൽ, ഇവിടെ ട്രാൻസ്മിറ്റ് 1 is connected to 3 എന്തിന്? റിസീവ് പോസിറ്റീവ് സിഗ്നൽ. പിൻ 2 ട്രാൻസ്മിറ്റ് നെഗറ്റീവ് സിഗ്നൽ ഈസ് കണക്റ്റഡ് ടു 6 റിസീവ് നെഗറ്റീവ് സിഗ്നൽ. നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സൈഡിൽ റിസീവ് ചെയ്യേണ്ടത്. പിൻ 3ലാണെങ്കിൽ റിസീവ് പോസിറ്റീവ് സിഗ്നൽ, സോ അത് കണക്ട് ചെയ്യേണ്ടതിന് പിൻ 1 ട്രാൻസ്മിറ്റ് പോസിറ്റീവ് സിഗ്നൽ. പിന്നെ പിൻ 6 എവിടെ കണക്ട് ചെയ്യേണ്ടത്? റിസീവ് നെഗറ്റീവ് സിഗ്നൽ. അപ്പോൾ ഇവിടെ ട്രാൻസ്മിറ്റ് നെഗറ്റീവ് സിഗ്നൽ. ഓക്കെ. സോ ഇതേ ക്രോസ് ഓവർ, അതാണ് നമ്മൾ 1 3ലേക്ക് കണക്ട് ചെയ്യും, 2 6ലേക്ക് കണക്ട് ചെയ്യും, 3 1ലേക്ക് കണക്ട് ചെയ്യും, 6 2ലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ. കാരണം 1 സൈഡ് ഈസ് ഇതും. സോ ഇത് ഡിഫറെൻറ്റ് ഡയഗ്രാംസ് കാണിച്ചിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് കാണിക്കാം. റോൾ ഓവർ, മൂന്നാമത്തെ റോൾഡ് ഓവർ വയർ കേബിൾസ്. ഇറ്റ് ഹാസ് ഓപ്പോസിറ്റ് പിൻ അഡ്സൻസ് ഓൺ ഈച്ച് എൻഡ് ഓഫ് ദി കേബിൾ. ഓപ്പോസിറ്റ് പറയുന്നത് 1 ഈസ് കണക്റ്റഡ് ടു 8, പിൻ 2 ഈസ് കണക്റ്റഡ് ടു 7, പിൻ 3 6, പിൻ 4 5 5 4 അങ്ങനെ പറയും. ഇതിനെ യോസ്റ്റ് കേബിൾസും പറയും. ഓക്കെ. ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് പ്രോഗ്രാമിംഗ് ചേഞ്ചസ്. ഒരു ഡിവൈസിൻ്റെ പ്രോഗ്രാം ചേഞ്ച് എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കേബിളിങ്ങാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ വേറെ ടൈപ്പ് ഓഫ് കേബിൾസാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഇൻ്റർഫേസ് ചെയ്യാൻ ഡിവൈസ് കണ്ടു. ഇത് 1 8 2 7 3 6 4 5 5 4 6 ഇങ്ങനെ ഓപ്പോസിറ്റാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മൾ ഇത്രയുമാണ് ഇന്ന് കണ്ട്. ഡിഫൈൻ നിമ്മ്, ഡിസ്ക്രൈബ് നിമ്മ്, എക്സ്പ്ലെയിൻ 3. ഓക്കെ. സോ ഓരോ ഇതിൻ്റെ ഒരു ഡയഗ്രാം മാത്രമേ വരച്ചാൽ മതി, എല്ലാ ഡയഗ്രാം വരയ്ക്കുന്ന ആവശ്യമില്ല. ഓക്കെ. ക്രോസ് ഓവർ ഞാൻ കുറേ ഡയഗ്രാം കാണിച്ച് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവാണ്, പക്ഷേ ഇതെല്ലാം വരയ്ക്കുന്ന ആവശ്യമില്ല, ഒരെണ്ണം വരച്ചാൽ മതി. ഓക്കെ. സോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യും.